ഹായ് ഓൾ, ലിവിങ് ഏപ്രിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പഞ്ചവത്സര പദ്ധതിയാണ്. കമൻറ്റ് സെക്ഷനിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചായിരുന്നു ടോപ്പിക്ക് എടുത്തു തരുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇതെടുക്കുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയിലേക്ക് 12 പദ്ധതികളാണ് ഉള്ളത്. ഓരോന്നും 5-5 വർഷം വെച്ചിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ റോളിംഗ് പ്ലാൻ, ആനുവൽ പ്ലാൻ, അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് വഴിയെ പഠിക്കാം. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയിലെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ഉണ്ട്, PSC ചോദിക്കുന്നതാണ്. ഞാൻ സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത്. തിരിഞ്ഞു പോകാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളതാണ്. പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. ജോസഫ് സ്റ്റാലിൻ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിടക്കാം. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് തന്നെ 1951 മുതൽ 56 വരെയാണ് പോയത്. 1951 ഏപ്രിലാണ് തുടങ്ങുന്നത്. ഇത് പാർലമെന്റിൽ കൊണ്ടുവന്ന ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം തന്നെയായിരുന്നു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഹരോ ഡോമർ മോഡൽ എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. KN രാജാണ് ഈ നടത്തിപ്പിൽ പങ്കുവഹിച്ച മലയാളി. കാർഷിക പദ്ധതി എന്നറിയപ്പെടാറുണ്ട്. കുറച്ച് ജലസേചന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൃഷിയുള്ളപ്പോൾ അതിൽ വെള്ളം ഒഴിക്കാൻ നമുക്ക് വെള്ളം വേണം. അതുകൊണ്ട് ജലസേചന പദ്ധതി എന്ന് ഓർത്തു വയ്ക്കുക. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഷോർട്ട് കട്ട് കീഴിൽ നമുക്ക് പഠിക്കാം. H ഫോർ ഹിരാക്കുഡ്, B ഫോർ ബക്രാനങ്കൽ, D ഫോർ ദാമോദർ വാലി. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഇത് മൂന്നുമാണ് ജലസേചന പദ്ധതികളായിട്ട് വരുന്നത്. പിന്നെ 5 IIT നിലവിൽ വന്നു. ഖരഗ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ IIT ആണ്. ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. 5 IITകളാണ്. ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. പിന്നെ വരുന്നത് 1952 കുടുംബാസൂത്രണം, സാമൂഹിക വികസന പദ്ധതികൾ കൊണ്ടുവന്നു. 1953 UGC NES കൊണ്ടുവന്നു. ഈ കുടുംബാസൂത്രണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തിന് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് കുടുംബാസൂത്രണം. സാമൂഹിക വികസന പദ്ധതി അറിയാമല്ലോ, സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി ജലം, വൈദ്യുതി, റോഡുകൾ, അങ്ങനെയുള്ള പദ്ധതികൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. ഈ സാമൂഹിക വികസന പദ്ധതിയെ നമ്മൾ CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നും പറയും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ 1953 കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് NES എന്ന് പറയുന്നത്. അതിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ഗ്രാമങ്ങളിലേക്ക് വന്നിട്ട് അവിടുത്തെ കർഷകർക്ക് പുതിയ രീതി, പുതിയ അറിവുകളൊക്കെ കാർഷിക രംഗത്ത് കൊണ്ടുവരാൻ പറ്റിയ, അവരുടെ സമൂഹത്തിനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ, കൃഷി നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പുതിയ അറിവുകൾ പകർന്നു നൽകാൻ വേണ്ടി അവരെ സപ്പോർട്ടിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ NES എന്ന് പറയുന്നത്. ഇനി തോട്ടപ്പള്ളി സ്പിൽവേ 1955 വന്നത്. നമുക്ക് ഈ ടാർഗറ്റഡ് റേറ്റ് വച്ചത് തന്നെ 2.1 ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഗ്രോത്ത് വന്നത് എങ്ങനെയാണ്? 3.6 2.1 അവർ വെറും വച്ചത്. 3.6 വളർന്നതുകൊണ്ട് ഈ പദ്ധതി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. മെഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. വൻകിട അടിസ്ഥാന വ്യവസായങ്ങളുടെ വികസനം. പ്രധാന നേട്ടങ്ങൾ ഭിലായി, റൂർക്കേല, ദുർഗാപൂർ ഇങ്ങനെയുള്ള ഇരുമ്പുരുക്കുശാലകൾ. അതിൻ്റെ സ്റ്റേറ്റ്സ്, കൺട്രി കൊടുത്തിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ഭിലായിലെയാണ്. സഹായം തേടിയത് റഷ്യയെയാണ് സഹായം തേടിയത്. റൂർക്കേല ഒഡീഷയിലെ. ജർമ്മനിയെയാണ് തേടിയത്. ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലെ. ബ്രിട്ടനെയാണ് സഹായം തേടിയത്. അണുശക്തി കമ്മീഷൻ 1957. ഹോമി ജെ ബാബയായിരുന്നു. അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ്, ഇന്നത്തെ ബാർക്ക് എന്നറിയപ്പെടുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് TIFR ഗവേഷണ സ്ഥാപനങ്ങൾ തുടക്കമിട്ടു. 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് നിലവിൽ വന്നു. 2013 ഭേദഗതി ചെയ്തു.
1957 ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ വന്നു. DRDO 58 വന്നു. 59 സെപ്റ്റംബർ 15 ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ഡൽഹിയിൽ വെച്ച് ആരംഭിച്ചു. ആകാശവാണിയുടെ ഭാഗമായി മാറുകയും പിന്നീട് ദൂരദർശൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. 1960 സെപ്റ്റംബർ 19 ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം നടന്നു. അപ്പോൾ സിന്ധു നദീജല കരാർ ഒപ്പുവച്ചു. ടാർഗറ്റഡ് റേറ്റ് 4.5%, അച്ചീവ് ചെയ്തത് 4.27, 4.3%. മിതമായ വിജയം എന്ന് നമുക്ക് പറയാം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ലക്ഷ്യമിട്ടത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു തുടക്കമിട്ടത്. 1964 അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി കയറി, അദ്ദേഹവും 66 മരിച്ചു. ഇന്ദിരാഗാന്ധി അവസാനമായപ്പോൾ, ഈ പദ്ധതിയുടെ അവസാനമായപ്പോൾ ഇന്ദിരാഗാന്ധി നിലവിൽ വന്നു. ജോൺസാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നു. ഗാഡ്ഗിൽ യോജന മോഡൽ എന്നും അറിയപ്പെടുന്നു. പ്രധാന നേട്ടങ്ങൾ: 61 NCERT സ്കൂൾ വിദ്യാഭ്യാസ ഗവേഷണം സ്ഥാപിച്ചു. 1962 പഞ്ചായത്ത് രാജ് വന്നു. 64 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ജാർഖണ്ഡ്, USSR നമ്മുടെ റഷ്യ, അങ്ങനെയാണത് വന്നത്. പിന്നെ 1964 കോത്താരി കമ്മീഷൻ വന്നു. 1964 3 കാര്യങ്ങൾ നേടി: ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്, കോത്താരി കമ്മീഷൻ, വ്യവസായ ബാങ്കുകൾ. 1965 FCI, പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ്. ഈ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ക്ഷീര പദ്ധതിയുടെ അത് അടിത്തറയിട്ടത് 3ാമത്തെ പദ്ധതിയിലാണ്. 1965 മുതൽ 66 വരെ ഗ്രീൻ റെവല്യൂഷൻ അത് വന്നു, അതും അവിടെ അടിത്തറയിട്ടു. വീറ്റ് ഗോതമ്പായിരുന്നു കൊണ്ടുവന്നിരുന്നത്. സോണാലിക, കല്യാൺ സോന എന്ന് പറയുന്ന ഇനങ്ങൾ കൊണ്ടുവന്നു. പരാജയപ്പെടാൻ കാര്യം 2 യുദ്ധം നടന്നു. ഇന്ത്യ ചൈന വാർ 62, ഇന്ത്യ പാകിസ്ഥാൻ വാർ 65. 65 മുതൽ 66 വരെ അതുകൊണ്ട് തന്നെ യുദ്ധം നടന്നതുകൊണ്ട് തന്നെ കടുത്ത വരൾച്ച അനുഭവപ്പെട്ടു. ടാർഗറ്റഡ് റേറ്റ് 5.6 അച്ചീവ് ചെയ്ത് 2.8 ആയതുകൊണ്ട് പരാജയപ്പെട്ടു. ഇത് പരാജയപ്പെട്ടതോടെ പ്ലാൻ ഹോളിഡേ കൊണ്ടുവന്നു. ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്നത് പ്ലാനിംഗ് കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ 1966 മുതൽ 69 വരെയായിരുന്നു, 3 വർഷം ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു ഇത് ചെയ്തത്. അവസാനം 4ാം പഞ്ചവത്സര പദ്ധതി വന്നു. 1969 മുതൽ 74 വരെ ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നും. അശോക് രുദ്ര AS മാൻ മോഡലെന്നും ഗാഡ്ഗിൽ മോഡലെന്നും പറയുന്നു. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വയം പര്യാപ്തതയും ഇവിടെ പറയുന്നുണ്ട്. പ്രധാന നേട്ടങ്ങൾ: 1969 ബാങ്ക് ദേശസാൽക്കരണം, 14 ബാങ്കുകളാണ് വന്നത്. ഹരിത വിപ്ലവത്തിന്റെ വിജയം വന്നത് ഇവിടെയായിരുന്നു. 3ാമത്തെ പദ്ധതിയിൽ അടിത്തറയിട്ടു. വിജയകരമായത് 4ാമത്തെ പദ്ധതിയിൽ. 1974 സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഇതും വന്നു. ഇന്ത്യ ആദ്യമായി പൊക്രാനിൽ ഭൂഗർഭ ആണവ പരീക്ഷണം ചെയ്തതാണ്. 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നു. 1970 വൈറ്റ് റെവല്യൂഷൻ വന്നു. ഇതില് 3ാമത്തെ പദ്ധതിയിൽ ക്ഷീരപദ്ധതി വികസന ബോർഡ് വന്നു. അത് 1965 3ാം പദ്ധതിയിലായിരുന്നു. അടിത്തറയിട്ടു അവിടെ. എന്നാൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ള രീതിയിൽ വൈറ്റ് റെവല്യൂഷൻ വന്നത് 1970 4ാമത്തെ പദ്ധതിയിലാണ്. അത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ള രീതിയിലായിരുന്നു. വന്നത് 4ാമത്തെ പദ്ധതിയിലായിരുന്നു. പരാജയപ്പെടാനുള്ള കാര്യം, ഈ 4ാമത്തെ പദ്ധതി പരാജയപ്പെട്ടു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നു. ബംഗ്ലാദേശ് വിമോചന യുദ്ധം രാജ്യത്തിന് വലിയ സാമ്പത്തിക തകർച്ചയുണ്ടാക്കി. ഈ അഭയാർത്ഥി പ്രവാഹം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷിംല കരാർ വന്നു. ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഷിംല കരാർ, അതായത് സമാധാന കരാറായിട്ട് ഒപ്പുവെച്ചത് ജൂലൈ 2,
1972 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 3ാമത്തെ പദ്ധതിയിൽ നടന്നു. പിന്നെ ആഗോള എണ്ണ പ്രതിസന്ധി 1973 ഇന്ധനവില കുതിച്ചുയർന്നു. ടാർഗറ്റഡ് റേറ്റ് വന്നത് 5.7, അച്ചീവ് ചെയ്തത് 3.3 ഇതും അങ്ങനെ പരാജയപ്പെട്ടു. പിന്നെ നേരെ വന്നിരിക്കുന്നത് 5ാമത്തെ പദ്ധതിയിലാണ്. 1974 മുതൽ 1978 ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നും. DD ധർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാത്തിൻ്റെയും മോഡൽസ് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രധാന ലക്ഷ്യം ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത, ഇതൊക്കെയായിരുന്നു പ്രധാന നേട്ടങ്ങൾ. 20 ദിന പരിപാടി മെയിൻ പോയിന്റ് ആണ്. 1975 കേട്ടോ. റീജിയണൽ റൂറൽ ബാങ്കുകൾ RRB. 1975 ഒക്ടോബർ 2 അതും 75 മിനിമം നീഡ്സ് പ്രോഗ്രാം, ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ബേസിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം, അത് 74 കേട്ടോ. അപ്പം 20 ദിന പരിപാടിയും റീജിയണൽ റൂറൽ ബാങ്കൊക്കെ വരുന്നതിന് മുന്നേ ആയിരുന്നു. 1974 ഉറപ്പാക്കാൻ തുടങ്ങി. ദേശീയപാത, നാഷണൽ ഹൈവേ വന്നു. ഇതും പരാജയപ്പെട്ടു. 5 വർഷം തികയ്ക്കാനായിട്ട് പറ്റിയില്ല. 1975 അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി വെച്ചു. 1977 മൊറാർജി ദേശായി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. സോ ജനതാ പാർട്ടി ആയിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി. പദ്ധതി നിർത്തിവെക്കൽ 1978 5ാം പഞ്ചവത്സര പദ്ധതി 1 വർഷം മുൻപേ നിർത്തിവെച്ചു. അതാണ് പദ്ധതി നിർത്തിവെക്കൽ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ വരുന്നത് റോളിംഗ് പ്ലാൻ ആണ്. 1978 മുതൽ 1980 വരെയാണ്. മൊറാർജി ദേശായി തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയാണ് ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയെന്നും അറിയപ്പെടുന്നത്. അടുത്തത് നെക്സ്റ്റ് പാർട്ടിൽ പറയാം.